ഏറ്റവും പഴയത് ഏതാണെന്ന് ചോദിച്ചാൽ ശൈവ സമ്പ്രദായമാണെന്ന് പറയാം, ഇതുവരെ കിട്ടിയ അറിവുകൾ വെച്ചിട്ട്. കാരണം ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ഭാഗമായിട്ടൊക്കെ കിട്ടിയിട്ടുള്ള മഹാദേവൻ ഗ്രഹം അതുപോലുള്ള പല കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ശൈവ കാര്യങ്ങളാണ്. പല ഗ്രേ ഷെയ്ഡുകളുള്ള ഒരുപാട് പാത്രങ്ങളും ഒരു ശൈവ കൾട്ടിലേക്കാണ് നമ്മളെ ഇതുവരെയുള്ള അറിവ് വെച്ചിട്ട് നമ്മളെ വിരൽ ചൂണ്ടുന്നത്. ഇപ്പോൾ കുറച്ചൊക്കെ മനസ്സിലായല്ലോ, ആര്യൻ ഇൻവേഷൻ തിയറി എന്ന് പറയുന്നതൊക്കെ ഒരു പ്രൊപ്പഗൻഡയുടെ ഭാഗമാണെന്നും അതുപോലെ തന്നെ ഈ ബുദ്ധമതത്തിൽ നിന്നുമാണ് തന്ത്രം ഉത്ഭവിച്ചത് എന്ന് പറയുന്നതും ഒക്കെ വെറും ഒരു തോന്നൽ മാത്രമാണ് എന്ന് പറയുന്നത് ഒക്കെ നമുക്ക് ഏകദേശം മനസ്സിലായില്ലേ. അപ്പം നമുക്കിനിയും ഒരു കാര്യവും കൂടെ നോക്കാം. ഈ അനേകായിരം ഗ്രന്ഥങ്ങൾ എങ്ങനെ ഇവിടെ ഉണ്ടാവുന്നു, ഈ കാലഘട്ടത്തിൽ ആരാണ് ഇങ്ങനെയൊക്കെ കൊണ്ടുവരുന്നതെന്നൊക്കെയുള്ള ചിന്തകൾ വരും. അതുകൊണ്ട് തന്നെ തന്ത്രത്തിനൊരു ആധികാരികതയില്ല എന്ന് ചില വൈദിക ആചാര്യന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. നമുക്കപ്പം വ്യാസഭഗവാനെക്കുറിച്ചും വ്യാസഗ്രന്ഥങ്ങളെക്കുറിച്ചും വ്യാസഭഗവാൻ പറഞ്ഞിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചും കൂടി ഒന്ന് നമുക്ക് നോക്കാം. വ്യാസഭഗവാനെയും വൈദികമായിട്ടുള്ള പുരാണിക്കലായിട്ടുള്ള കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒന്നുകൂടെ നമുക്ക് പുറമോട്ട് പോയി ഒരു കാര്യം ഒന്ന് ഓർത്ത് വെക്കാം. പരമാനന്ദതന്ത്രം പോലുള്ള പല തന്ത്രഗ്രന്ഥങ്ങളിലും അനാദിയാണ് തന്ത്രത്തിൻ്റെ അറിവ് എന്നും ഓരോ യുഗങ്ങളിലും ബ്രഹ്മാദികളായിട്ടുള്ള ദേവന്മാരാലും ഋഷി സിദ്ധഗണങ്ങളാലും അനേകായിരം താപസന്മാരാലും അനവധി തന്ത്രഗ്രന്ഥങ്ങൾ നിർമ്മിക്കപ്പെടും എന്ന് പറയുമ്പം അതിനതുപോലെ ഉണ്ടാവും.